ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എറണാകുളത്ത് പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. വന്ന സമയത്ത് തന്നെ ഞാൻ അമ്മൂമ്മയെ പോയി കണ്ടു. അപ്പോൾ അമ്മൂമ്മയുടെ കൂടെ ഉള്ള ഒരു അടിപൊളി ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ പാർട്ട് 2 അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് ഫൺ വീഡിയോ പാർട്ട് 2 ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. എന്നാ ഉഴുന്നുവടയാ, ഉഴുന്നുവട ഒരെണ്ണം എടുത്ത് തരണോ? എനിക്ക് പൊട്ടിച്ചു തരാം. കൊച്ചമ്മ ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കാവോ? എല്ലാവർക്കും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. ഉറങ്ങുമായിരുന്നോ എല്ലാരും? ദേ അമ്മൂമ്മയ്ക്ക് ഉഴുന്നുവട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഉഴുന്നുവട കൊള്ളാവോ? എന്നാ എടുക്കുവായിരുന്നു ഇന്ന് 2 ദിവസം? ആണോ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. എവിടുന്ന്? എറണാകുളം. എന്ന് പോയതാ? ഇന്നലെ ഞാൻ രാവിലെ പോയില്ലായിരുന്നോ? ആ, ജോലിക്കല്ല മുമ്മേ, അവിടെ വീട്ടിൽ പോയതാ. ജോലി ഞാൻ വീട്ടിൽ ഇരുന്നല്ലേ ചെയ്യുന്നത്. എറണാകുളത്താരുടെ വീട്? അമ്മ, എന്റെ വീട് അവിടെയല്ലേ. കല്യാണം കഴിച്ചോണ്ട് അവിടെയാണ്. ഞാൻ അവിടെയല്ലേ താമസിക്കുന്നേ. ഞാൻ എവിടെയാ കല്യാണം കഴിച്ചേക്കുന്നത്? അമ്മയുടെ പോയില്ല. അമ്മുമ്മേ, പല്ലില്ലാതെ ഉഴുന്നുവട ചവയ്ക്കാവോ? ഉണ്ടോ? ചവയ്ക്കാവോ? എടി, എന്റെ പല്ല് കൊണ്ടുവരാൻ പറഞ്ഞോ? ബുദ്ധിമുട്ടുണ്ടോ? അത് കുഴപ്പമില്ല, കളയാം. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞാൻ ചായ ഇപ്പൊ അവിടുന്ന് കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുവാ. ഇത് ചൂടോടെ തരാൻ വേണ്ടി വന്നതാ. പതുക്കെ കഴിച്ചാ മതി, അല്ലെങ്കിൽ ഗ്യാസ് കയറും കേട്ടോ. മുളക് തിന്നല്. കാണാവോ? കണ്ണിന് എന്നാ പറ്റിയേ? എന്നാണോ കണ്ണ് വേദന എടുക്കുന്നത്? കണ്ണ് വേദന എടുക്കുന്നു. ഓപ്പറേഷൻ ചെയ്ത കണ്ണാണോ? ഓപ്പറേഷൻ ചെയ്ത കണ്ണാണോ? ഇതാണോ? ഇപ്പൊ വലത് കണ്ണിനാണോ വേദന? ഇതാ ഓപ്പറേഷൻ ചെയ്തത്. ആണോ? അതില് മുളകുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അല്ല, അത് ഇതാ മുളകല്ല, കറിവേപ്പിലയാ. കുറച്ചുകൂടെ എടുത്തു. മതിയോ? മതിയോ? അമ്മുമ്മേ, ഞാൻ പിറവത്തുനിന്ന് ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ചക്കയോ? ആ, അവിടെ ചക്ക കിട്ടി. ഞങ്ങക്ക് ചക്കയുണ്ട്. വീട്ടിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ചെയ്യണം? എങ്ങനെയാ അമ്മയ്ക്കൊക്കെ എങ്ങനെയാ ഇഷ്ടം? പുഴുങ്ങണോ വറക്കണോ? വറക്കാൻ പറ്റുമെങ്കിൽ വറക്ക്. വറക്കാൻ പറ്റുമെങ്കിൽ വറക്കാം. എനിക്ക് വറക്കുന്ന ഇഷ്ടമില്ല, എനിക്ക് പുഴുങ്ങിയതാ ഇഷ്ടം. എന്നാ നിന്റെ ഇഷ്ടം. അമ്മൂമ്മക്ക് പുഴുങ്ങിയത് വേണോ വറുത്തത് വേണോ? എനിക്ക് വറുത്തത് കടിക്കത്തൊന്നുമില്ല. ആ, അത് കുഴപ്പമില്ല. എന്നാ പുഴുങ്ങാം. എല്ലാവർക്കും അത് മതി. നാളെ മതിയോ? ഇന്ന് വേണോ? നാളെ മതിയോ? അതോ ഇന്ന് പുഴുങ്ങണോ? ഇനി വേണ്ടല്ലേ? വേണ്ടേ? നമ്മൾ ചക്കപ്പുഴുക്ക് എന്നാ? ആ, അമ്മൂമ്മ അപ്പൊ ഇന്ന് തിന്നിട്ടുണ്ടല്ലോ. എന്നാ കുഴപ്പമില്ല. അമ്മുമ്മേ, എല്ലാരും അമ്മുമ്മയുടെ മുടി കറപ്പിച്ച എണ്ണയുടെ കാര്യം എന്നോട് ചോദിച്ചു. എന്നാ ഞാൻ പറയണ്ടേ? എനിക്ക് എണ്ണയുടെ പേരറിയാൻ മേല. ഏതെണ്ണയാന്നറിയാവോ? എന്നെ മുടി കറപ്പിച്ചോ? അമ്മുമ്മ തേച്ചപ്പോ കറുത്തൂന്ന് പറഞ്ഞില്ലേ? മോളിതേ ഇപ്പൊ കറുത്തിരിപ്പില്ലേ മുടി? ആ, ഇന്നലെ അമ്മുമ്മ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? ആ എണ്ണയുടെ പേരറിയാവോ? ഇല്ല. ജോവനയോ? ആ, അവരോട് ചോദിച്ചാ പറഞ്ഞു. അത് തേച്ചിട്ടാണോ ഇത് കറുത്തത്? എന്റെ മുടി കറുത്തോ? ആ, ദേ കറുത്ത് വരുന്നു. ഇന്നലെ പറഞ്ഞില്ലേ കറുത്ത് വരുന്നെന്ന്? ആ, മുഴുവൻ കറുത്ത് വരുവാ. അമ്മുമ്മയുടെ മുടി ഫുള്ള് കറുത്ത് വരുന്നു.
ഇനി പ്രായം കുറഞ്ഞു വരുവാണോ? 1 തുടങ്ങിയെന്ന് തോന്നുന്നു. 100 കഴിഞ്ഞപ്പം 5 വയസ്സായി. നല്ലെണ്ണ. നല്ലെണ്ണയാണോ അത്? ജോലിയുടെ എണ്ണയാ കറക്കുന്നത്. അല്ലെന്ന് അമ്മയുടെ മുടിയും കറുത്ത് വരുന്നുണ്ട്, അതാ പറഞ്ഞത്. അന്ന് എന്നെ കുളിക്കുമ്പോ എന്നെയാണ് തേക്കുന്നത് എന്നും. വെറും എണ്ണ. ആ, വെറും എണ്ണ, വെളിച്ചെണ്ണ അല്ലേ? നല്ലെണ്ണയാണോ വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണ തേക്കും. വെളിച്ചെണ്ണ. ആ, അതുകൊണ്ട് കറക്കോ? അതറിയാൻ മേല. അമ്മൂമ്മയുടെ ചുണ്ട് ചുമന്നിരിക്കാൻ കാരണം എന്നാന്ന് എല്ലാരും ചോദിച്ചു. ലിപ്സ്റ്റിക് ഇടുന്നാണോന്ന്. ജോലിയുടെ മുടിക്കാത്ത കറുപ്പിന് അല്ല, മുടി വളരാൻ മരുന്ന് മേടിച്ചത്. ആ, അപ്പൊ അമ്മൂമ്മയുടെ മുടി കറക്കുന്നതിന്റെ കാരണം എന്നാന്ന് എല്ലാരും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു. ഈ ചുണ്ട് ചുമന്നിരിക്കുന്നത് തന്നെ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോന്ന്. അയ്യോ, ഇതൊന്നുമില്ല. ഒന്നുമില്ലേ? നാരങ്ങമുട്ട ഇല്ലവല്ല, ഞാൻ കളയാനാ. മതിയായിട്ടാണ്. അത് തിന്നോ? അതുകൂടെ കഴിച്ചോ അമ്മൂമ്മ? ഇച്ചിരിയല്ലേ ഉള്ളൂ. അത് ഞാൻ എടുത്തോളാം. അത് ഇതേ വീഴും. അത് ആ തുണി ഞാൻ എടുത്തോളാം. ഉറുമ്പ് കടിക്കും. ഉറുമ്പ് അന്നേ തന്നെ കടിക്കോ? ഇന്നലെ ഉറുമ്പ് കടിച്ചായിരുന്നോ? കഴിഞ്ഞ ദിവസം ചെവിയെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഉറുമ്പ്. ഇതേ കിടന്നല്ലേ എല്ലാ മുട്ടായും തിന്നു. എല്ലാരും ചോദിക്കുന്ന അമ്മൂമ്മ ചെറുപ്പത്തിലെ ഫോട്ടോ ഉണ്ടോന്ന്. 20 വയസ്സുള്ളപ്പോ ഉള്ള ഫോട്ടോ ഉണ്ടോന്ന് ചോദിക്കുന്നു. അതില്ല. ഇല്ലേ? അതിനാ ഫോട്ടോ ഇല്ലാത്ത? അന്നെങ്ങും അങ്ങനെ ഫോട്ടോയുടെ ഒന്നുമില്ല. ആണോ? അന്ന് കാണാൻ കൊള്ളായിരുന്നോ? പിന്നെ എന്നെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആണോ? സൂപ്പറായിരുന്നോ? കേട്ടില്ല എന്താ അമ്മൂമ്മ? ഗൗരിയുടെയൊക്കെ അച്ഛൻ നല്ലതായിരുന്നു. അതാരാ? രാമകൃഷ്ണപിള്ള. അമ്മൂമ്മയുടെ ആരാ അത്? ഭർത്താവ്. ആ, നല്ലതായിരുന്നു. ആണോ? ആരായിരുന്നു കാണാൻ കൂടുതലും നല്ലത്? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ പുള്ളി നല്ലതായിരുന്നു കാണാൻ. ആണോ? അടിപൊളിയായിരുന്നെന്ന് എല്ലാരും പറഞ്ഞു. സിനിമാ നടനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? നല്ലതാ. ആണല്ലേ? രാമകൃഷ്ണപിള്ള. കമ്മലൊക്കെ ഉണ്ടായിരുന്നോ? അന്നൊക്കെ ആണുങ്ങൾ കടുക്കനുണ്ട്. ആണോ? കടുക്കൻ ഉണ്ടായിരുന്നോ? കല്ലുകടുക്കൻ. കല്ലുകടുക്കൻ. ഇതുപോലത്തെ വെള്ള. വെള്ളയാണോ ഉണ്ടായിരുന്നേ? 2 കാതിലും ഉണ്ടായിരുന്നോ? പിന്നെ ഒറ്റ കാതിലായിട്ട് ഇടുവോ? അതെനിക്കറിയത്തില്ലായിരുന്നു. 2 കാതിലും ഉണ്ടായിരുന്നു. ആണോ? പിന്നെ പൊക്കമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നോ? പൊക്ക ആവശ്യത്തിനുണ്ട്. ഒത്തിരി പൊക്കയില്ല, പൊക്ക ആവശ്യത്തിനുണ്ട്. ആണോ? അമ്മൂമ്മക്ക് വേറെ വല്ല കല്യാണാലോചന വന്നിട്ടുണ്ടോ ഇത് വരുന്നതിന് മുമ്പ്? അങ്ങനെ ഓരോരുത്തരൊക്കെ ചോദിച്ചു. പക്ഷെ വന്ന് കണ്ടിഷ്ടപ്പെട്ടത് ഈ പുള്ളിക്കാം. ആണോ? ഒത്തിരി പേര് വന്ന് കണ്ടായിരുന്നോ? കണ്ടു. അമ്മൂമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെയാണോ കെട്ടിയത്? അപ്പൊ ഈ ആളെയാണോ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞോ? അന്നത്തെ കാലത്ത് സ്ത്രീധനമൊക്കെ ഉണ്ടോ? സ്ത്രീധനം പെണ്ണുങ്ങൾക്കുള്ള വീതം കൊടുക്കും. വീതം. പിന്നെ ചിലര് പൈസ കൊടുക്കും, ചിലര് സ്വർണ്ണമൊക്കെയോ? സ്വർണ്ണമൊക്കെ അന്നും ഉണ്ട്. ഒത്തിരി കൊടുക്കില്ല, എന്നാലും സ്വർണം കൊടുക്കും. അന്ന് ഇത്ര വിലയില്ല സ്വർണത്തിന്. ആണോ? അന്ന് എന്നാ വിലയുണ്ട് സ്വർണത്തിന്? അമ്മൂമ്മയുടെ കല്യാണ സമയത്ത് എത്ര ഉണ്ടായിരുന്നു സ്വർണത്തിന് വില ഏകദേശം? എന്നാലും ഒന്ന് ഓർത്ത് നോക്കിക്കേ. എത്രയാ? അത് ഞാൻ ഇപ്പോഴത്തെ പറയാം അമ്മൂമ്മ. പക്ഷെ 1 ലക്ഷം. 1 ലക്ഷം ആയെന്ന് അറിഞ്ഞോ? 1 പവന് 1 ലക്ഷം രൂപ കഴിഞ്ഞു. അന്ന് ഒരു പവന് 200 രൂപയൊക്കെ ഉള്ളൂ. 1 പവന് 200 രൂപയുള്ളോ? 500 രൂപയൊക്കെ ഉള്ളൂ. ആണോ? അയ്യോ. അമ്മൂമ്മക്ക് എന്നൊക്കെ കിട്ടി കല്യാണത്തിന്? എങ്ങനെ വീട്ടിൽ എനിക്കൊരു ചുട്ടിയും ചെയ്തും ഒരു വലിയ മാലയും 6 വളയും. 6 വളയും. കമ്മലോ? കമ്മലും ഉണ്ട്. കമ്മലെല്ലാവർക്കും എന്തും ഉള്ളതല്ല. എന്നിട്ട് ആ ചുട്ടിയും ചെയിനും ഒക്കെ എന്തിയേ? അത് ഓരോ ആവശ്യത്തിന് എടുത്തോ? കുഴപ്പമില്ല. അതുകൊണ്ട് വീട്ടിൽ ഒന്നിനും വിഷമമില്ലായിരുന്നു കടയുള്ളവർക്ക്. ആണോ? അപ്പൂപ്പന് കടയുണ്ടായിരുന്നോ?
ഞാൻ ആവശ്യം പോലെ എടുത്തോണ്ട് പോവുകയുള്ളൂ. അതൊന്നും തൂക്കിയൊന്നുമല്ല. അല്ലേ? ആഹാ. പലചരക്ക് കടയായിരുന്നോ? എല്ലാം ഉള്ള കട. ആണോ? എന്നൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ കൂട്ടവും. ആണോ? ആഹാ. അന്നത്തെ കാലത്തെ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നോ? അമ്മൂമ്മ അവിടെ പോയി വല്ലതും എടുക്കുമായിരുന്നോ? ഞാൻ പോയി എടുക്കും, അല്ലെങ്കിൽ ആരെ കൊണ്ടുത്തരും. കൊണ്ടുത്തരുവോ? ആഹാ. അവിടെയാന്ന് ഇങ്ങനെ കടയൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ ചുമ്മാ ആ പെരുമല്ലേ അപ്പു, പിന്നെ ഓരോ ആമ്പിള്ളേരൊക്കെ അവിടെ ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഇവിടെ കൊണ്ടുത്തരും. അവരെ കൊടുത്തു വിടും. ആഹാ. അന്നത്തെ കാലത്ത് അമ്മായിയമ്മ പോരൊക്കെ ഉണ്ടായിരുന്നോ? അമ്മായിയമ്മ പോരുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നോ ഇവിടെ? അമ്മൂമ്മയുടെ അടുത്ത് വല്ലവരും പോരെടുത്തിട്ടുണ്ടോ? വലിയ കുഴപ്പമില്ലായിരുന്നു. ഇല്ലായിരുന്നോ? പാവായിരുന്നോ? കല്യാണം കഴിച്ച ആളെ സമ്മതിക്കുക പോരൊക്കെ എന്നോട്. ആഹാ. അതുകൊണ്ട് പോരൊന്നും എടുത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നോ? ആർക്കമ്പയ്ക്കോ? അപ്പൂപ്പന്. എന്നെയോ? ഭയങ്കര ഇഷ്ടായിരുന്നോ? ഇഷ്ടായിരുന്നു. കൊള്ളാം. എങ്ങനെയുള്ള ആളായിരുന്നു? നല്ല ആളായിരുന്നു, സ്നേഹമുള്ള ആളായിരുന്നു. ആണോ? വഴക്കും ദേഷ്യം ഒന്നും ഇല്ലായിരുന്നല്ലോ? ആണോ? അത് നല്ല കാര്യം. കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയോ? ഇതിനോ? ദൂരസ്ഥലങ്ങളിലേക്ക് പോയില്ല. അവനെ ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയി. അല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയോ? വല്ല മൂന്നാറിലോ? ഇല്ല, അകലൊന്നും പോയില്ല. പോയില്ലേ? അന്ന് അങ്ങനെയൊന്നും ഇല്ലടി. ആണോ? ഇന്നുള്ളവരൊക്കെ പോവാ. അവരുടെ ആൾക്കാരുടെ വീട്ടിൽ പോകും. അവിടെ പോയി കഴിഞ്ഞ. ആണോ? അവിടെ പോയി നിക്കുവോ? നിൽക്കാനല്ല, ഓരോ ദിവസം പോയേച്ച് പോരും. വിരുന്നിന് പോവും. ദൂരസ്ഥലങ്ങളിൽ പോണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ദൂരസ്ഥലങ്ങളിലും പോകണമെന്നൊന്നും ഇല്ലായിരുന്നു. അപ്പൂപ്പനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹിന്ദി സിനിമ നടനെ പോലെ ഇരിക്കുന്നതാണോ? അത്ര അടിപൊളിയായിരുന്നോ? അടിപൊളി. കൊള്ളാം. അപ്പൂപ്പന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്തായിരുന്നു? അപ്പൂപ്പൻ മീൻ കൂട്ടുന്ന ആളായിരുന്നു. മീൻ കൂട്ടുമായിരുന്നോ? ആഹാ. അപ്പൊ മീനൊക്കെ കഴിക്കുമായിരുന്നല്ലേ? മീൻ മാത്രമേ കൂട്ടുള്ളോ? മീനും ഇറച്ചിയും പച്ചക്കറികള് എല്ലാം കൂട്ടുമായിരുന്നു. അല്ല, കടയിലേക്ക് സാധനം എടുക്കാം, പച്ചക്കറി ഇഷ്ടം പോലെ കൊണ്ടുവരും. ആണോ? അവിടുത്തെ അമ്മയ്ക്ക് നല്ല കറിയൊക്കെ വേണമായിരുന്നു, പുള്ളിയുടെ അമ്മയ്ക്ക്. അതുകൊണ്ട് പച്ചക്കറി ഇഷ്ടം പോലെ മേടിച്ചു കൊണ്ടുതരും. ആണല്ലേ? അമ്മ കൊച്ചിലെ കറിയൊക്കെ വെക്കാൻ പഠിച്ചോ? ആണോ? ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതായിരുന്നു വെക്കുന്നതിൽ? എല്ലാം വെക്കാൻ അറിയായിരുന്നു. മോര് കറി, ഇഞ്ചി കറി. അമ്മൂമ്മ വെക്കുന്നതിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതായിരുന്നു? ഞാൻ വെക്കുന്നോ? അവിയല്. ആണോ? ഇവിടെ ഭയങ്കര ഫേമസ് ആന്ന് പറയട്ടെ. ഇവിടെ എല്ലാരും പറഞ്ഞല്ലോ അത്. അമ്മൂമ്മ എന്നാ സസ്യാഹാരം മാത്രം കഴിക്കുന്നേന്ന് എല്ലാരും ചോദിച്ചു. അമ്മൂമ്മ എന്നാ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നേന്ന്? മത്സ്യവും മാംസവും ഒന്നും കഴിക്കാത്ത എന്താന്ന്? ഞാൻ ചെറുപ്പം പോലെ കഴിച്ചിട്ടില്ല. ഇല്ല. തീനി ഇറച്ചി ഒന്നും ഉപയോഗിക്കില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അന്ന് നമ്മുടെ ആൾക്കാരെ മീനും ഇറച്ചിയൊന്നും കഴിക്കാറില്ല. അതുകൊണ്ടാ കഴിക്കാത്ത. ഞാൻ എല്ലാരോടും പറഞ്ഞേക്കാം കേട്ടോ. അമ്മൂമ്മേ, എല്ലാരും വഴക്കുണ്ടാക്കുന്നു. ഞങ്ങൾ ആരെങ്കിലും അമ്മൂമ്മയുടെ പല്ല് കളഞ്ഞതാണോ എന്ന്? എന്റെ പല്ലാരും കളഞ്ഞതല്ല, പൊടിഞ്ഞു പോയതല്ലേ? പക്ഷെ അതിനി എന്നാ ചെയ്യും നമ്മള്? ഇനി അത് വേറെ നല്ലത് മേടിക്കാം. അപ്പൊ പഴയത് ഇനി വേണ്ടല്ലോ. പഴയത് കൊള്ളുമെങ്കിലേ എടുക്കുള്ളൂ. അത് പോയ അമ്മൂമ്മ മുഴുവൻ, സത്യ പറയുന്ന മുഴുവൻ പൊടിഞ്ഞു പോയി. പുത്തം വാങ്ങിക്കാം. ഈ പല്ലിന്റെ അളവൊക്കെ എടുക്കണ്ടേ? അതൊക്കെ എടുക്കാൻ എങ്ങനെ പോകും? നടക്കാതെ. വണ്ടിയെ പോയി മോളിൽ കയറണം, സ്റ്റെപ്പ് കയറണം. അതൊക്കെ കയറാവോ? എന്നാ ഒരു ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് പല്ലിന് അളവെടുപ്പിക്കാം. ചുണ്ടിങ്ങനെ ചുമന്നിരിക്കാൻ ചുണ്ടത്ത് എന്തെങ്കിലും തേക്കുന്നുണ്ടോന്ന്?
ചുണ്ട് ചുമന്നിരിക്കുന്നത്. ചുണ്ടത്ത് എന്തെങ്കിലും തേക്കുന്നുണ്ടോ? പക്ഷെ ഞാനൊന്നും തേക്കുന്നില്ല, ആഹാ. ഒന്നും തേക്കുന്നില്ല. ഇപ്പൊ ഉള്ളവരൊക്കെ ചുണ്ട് ചുമപ്പിക്കാൻ എന്നാ ഇടുന്നേന്നറിയോ? ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക്. ആ, അത് അമ്മൂമ്മ ഇടുന്നുണ്ടോന്ന് എല്ലാരും ചോദിക്കുന്നു. അയ്യോ, ഞാനൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ. ഇട്ടിട്ടില്ലല്ലേ? കൊഴപ്പില്ല, നല്ല അതേയുള്ള ചുവപ്പ. ആ, സ്വയമേയുള്ള ചുമപ്പാണ്. ഇപ്പൊ എല്ലാവരുടെയും ഡൗട്ട് മാറിയിട്ടുണ്ടാവും. ഒരു കാര്യം കൂടി എല്ലാരും ചോദിച്ചു, ഈ വയസ്സില്, ഇപ്പോഴത്തെ ഈ വയസ്സില് അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ആലോചിച്ച് പറഞ്ഞേ. ഇപ്പൊ 100 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ആഗ്രഹം വിഷമിക്കാതെ കഴിയണമെന്ന് മാത്രം. ആണോ? എന്നെ മക്കൾ നോക്കുന്നുമുണ്ട്. അതറിയാം. അതല്ലാതെ വേറെ അമ്മൂമ്മയ്ക്ക് ആഗ്രഹങ്ങൾ വേറെ ഒന്നുമില്ലേ? ഇനിയിപ്പോ ആഗ്രഹമൊന്നുമില്ല. അപ്പൊ പല്ല് വെക്കണം എന്ന് പറഞ്ഞത് ആഗ്രഹമല്ലേ? പല്ല് അത് ആഗ്രഹമല്ലേ? ആ, അതല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഉറപ്പല്ലേ? പിന്നെ അമ്പലങ്ങളിൽ തൊഴാൻ പോകണമെന്നുണ്ട്. ഏതമ്പലത്തിൽ തൊഴാൻ പോകാൻ ആഗ്രഹം? അത് അടുത്തുള്ള അമ്പലങ്ങളിൽ. ആ, ദൂരെയുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോണോ? ദൂരെയുള്ള അമ്പലങ്ങളിൽ വല്ലതും പോണെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇല്ലേ? ശബരിമല പോയിട്ടുണ്ടോ? ശബരിമല പോയിട്ടുണ്ട്. ഉണ്ടല്ലോ, 1 കൊല്ലം. 1 കൊല്ലം. ഏത് കൊല്ലാന്ന് ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഇപ്പൊ ഒത്തിരി വർഷം മുമ്പാണോ? ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പാണോ? അതല്ല, ഇപ്പൊ അതൊക്കെ ഞാൻ ഓർമ്മ പോയിട്ടുണ്ട്. ആണോ? ആ, പോയിട്ടുണ്ട്. ആരുടെ കൂടെയാ പോയത്? പിന്നെ അടുത്തുനിന്ന് പോയത് പഴയ ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ. ആണോ? നടന്നാണോ പോയത്? എരുമേലി വരെ വണ്ടിക്ക് പോകും. ആ, പിന്നെ അവിടുന്ന് പമ്പയിലേക്ക് നടന്നാണോ? അവിടുന്ന് എരുമേലി വരെ വണ്ടിക്കാ. ആണോ? അവിടുന്ന് നടന്ന് കേറി ശബരിമല ചെന്നപ്പോ എന്നാ തോന്നി? ശബരിമല പടി കയറി തൊഴുത് ഭംഗിയായിട്ട്. ഗുരുവായൂർ എത്ര വട്ടം പോയിട്ടുണ്ട്? 1 പ്രാവശ്യം. 1 പ്രാവശ്യമേ പോയിട്ടുള്ളോ? ആണല്ലേ? 1 പ്രാവശ്യം അല്ല, അത് കഴിഞ്ഞും പോയിട്ടുണ്ട്. അവിടെ പോയി ഇരുന്നത് ഓർക്കുന്നുണ്ടോ? അത് മറന്നു പോയോ? ഉണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. ആ, അവിടെ മറ്റേ പാട്ടൊക്കെ കേട്ട് ഒരു ദിവസം ഇരുന്നില്ലായിരുന്നോ? ആ, ഇരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അതിന് മുമ്പും അമ്മൂമ്മ പോയിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? എന്നാ കുഴപ്പമില്ല, നമുക്ക് ഗുരുവായൂരപ്പനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അല്ലേ? അവിടെ ഉള്ളവരോട് പോയി പ്രാർത്ഥിക്കാൻ പറയട്ടെ. അമ്മൂമ്മയുടെ നാളെന്താ? ആണോ? ഏത് മാസാ ജനിച്ചത്? കർക്കിടകം. തൃക്കേട്ട. ഓക്കെ, എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണേ. അമ്മൂമ്മേ, ആസാമിൽ പോയ കഥ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അവിടെ എന്തെങ്കിലും ഉള്ള ഒരു ഓർമ്മ? അവിടെ പോയ മലയാളികളുടെ കൂട്ടുകാരുടെ ഒക്കെ വീട്ടിൽ കൊണ്ടുപോകും, ആഹാരം തരും, നമ്മുടെ വീട്ടിലേക്ക് വരും. അവിടെ മലയാളികൾ തമ്മിൽ നല്ല സ്നേഹമാണ്. ആണോ? അമ്മൂമ്മ എല്ലാവർക്കും ഇഷ്ടായിരുന്നോ? എല്ലാരും കൂട്ടിക്കൊണ്ട് പോകും. ആണല്ലേ? പിന്നെ അവിടെയുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ വേറെ? മകനും ഭാര്യയും ജോലിക്ക് പോകും. അന്നേരം പിള്ളേരെ എന്നെ ഏൽപ്പിച്ചു പോകും. ഒരു ദിവസം നോക്കിയപ്പം കണ്ണനെ കാണുന്നില്ല. ഞാൻ അടുത്തുള്ള ഒരു പയ്യനോട് പറഞ്ഞു, അയ്യോ കണ്ണനെ കാണുന്നില്ലല്ലോ, ഇനി ഞാൻ എന്നാ ചെയ്യും, ഒന്ന് വിളിച്ചോണ്ട് വരാമോ എന്ന് വെച്ചപ്പോ അവൻ കട്ടിലിനടി, അമ്മൂമ്മയെ ഞാനിവിടെ ഇരിപ്പുണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞു. കട്ടിലിനടി പാത്തിരിക്കുവായിരുന്നോ? എന്നിട്ട് അമ്മൂമ്മ അടിച്ചോ? അയ്യോ, അടിച്ചൊന്നുമില്ലല്ലേ? എന്നെ കളിപ്പിക്കാൻ. ആണോ? എന്നിട്ട് പേടിച്ചു പോയോ ഒത്തിരി? കാണാത്തപ്പം പേടിച്ചു പോയി. ആണോ? വഴക്ക് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞു ഒന്നുമില്ല. ഞാൻ അടുത്തുള്ള പയ്യനോട് കണ്ണനെ കാണുന്നില്ല, അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ ഇരിപ്പണമെന്ന് പറഞ്ഞു. ആണോ? എങ്ങനെ പറഞ്ഞു? മലയാളം അറിയാവുന്നവര് ഹിന്ദിയിൽ എങ്ങനെ പറഞ്ഞു? ആര്? അമ്മൂമ്മ ആ പയ്യനോട്. പറഞ്ഞോ. ഞാൻ ചന്ദ്രന്റെ ഇടയ്ക്ക് താമസിച്ചപ്പം കൊച്ചുകുഞ്ഞ് വേറൊരു സ്ഥലത്താണ്.
ആസാമിൽ തന്നെയാണോ? ആ, അവിടെ പോകാനായിട്ട് ടിക്കറ്റ് വരെ എടുത്തു. പ്ലെയിനേലോ? ഭാഗ്യദോഷം കൊണ്ട് അന്ന് ഭയങ്കര കാറ്റും മഴയും, പ്ലെയിൻ താന്നില്ല. പ്ലെയിൻ ആണോ? ആ, ഓക്കെ. ടിക്കറ്റ് തിരിച്ചു കൊടുത്തു. ടിക്കറ്റ് തിരിച്ചു കൊടുത്തോ? അയ്യോ, അത് കഴിഞ്ഞ് പിന്നെ എടുത്തില്ലേ, നോക്കിയില്ലേ? പിന്നെ ഞാൻ അവിടെ അധികം താമസിച്ചില്ല, ഈ നാട്ടിലേക്ക് പോന്നോ? അയ്യോ, കഷ്ടം. ആസാമിൽ പോയപ്പോഴാണോ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നേ? ആ, അല്ലാതെ ഞാൻ ദൂരത്തേക്ക് തന്നെ പോയിട്ട്. എത്ര ദിവസം എടുത്ത് അവിടെ ചെല്ലാൻ? ട്രെയിൻ 3 പക്കായത് തോന്നുന്നു. ആണോ? അവിടെ ഇറങ്ങിയിട്ട് ബസ്സിൽ പോയോ? പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ബസ്സിൽ പോയി. കാറിൽ പോയോ? കാറും കൊണ്ട് അത് കൊണ്ടുപോയി. ആണല്ലേ? ഒറ്റയ്ക്കാണോ ഇവിടുന്ന് പോയത്? ഇവിടുന്ന് ഒറ്റയ്ക്കാണോ പോയത്? അല്ല, പിന്നെ അവിടെയുള്ള ഒരാളിവിടെ ഉണ്ടായിരുന്നു, കൂട്ടിച്ചോണ്ട് പോയി. ആണോ? ആ, ഓക്കെ. അമ്മൂമ്മ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എന്റെ കാര്യം അറിയാം. ആണോ? അമ്മുക്കുട്ടി അമ്മ. ആ, ഓക്കെ. CP അമ്മുക്കുട്ടി അമ്മ മതി. സ്പെല്ലിംഗ് മതി. സ്പെല്ലിംഗ് പഠിപ്പിച്ചിട്ടുണ്ടോ? സ്പെല്ലിംഗ് പഠിപ്പിച്ചിട്ടുണ്ടോ? പേരിന്റെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ? എന്റെ CPAMMUKUTTYAMMA. അടിപൊളി. അത് മാത്രം അറിയാവുള്ളോ? ആപ്പിളിന്റെ ഒക്കെ സ്പെല്ലിംഗ് അറിയാവോ? വേറെ ഒന്നും അറിയത്തില്ലേ? പേരെഴുതാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ABCD എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതറിയാവോ? ഒന്ന് ചൊല്ലാവോ? ABCDEFGHIJKLMNOPQRSTUW. അപ്പൊ ആ സ്കൂളിൽ ഇംഗ്ലീഷ് ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നോ? അമ്മൂമ്മ മലയാളം മീഡിയം ആയിരുന്നോ? ഇല്ലായിരുന്നോ? അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടോ? ആണോ? അത് ഏത് സ്കൂളായിരുന്നു? അത് അതിനടുത്ത് എന്റെ ആങ്ങളെയും ഭാര്യയും പഠിപ്പിക്കുന്ന ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുവോ? എത്രാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നേ? അവിടെ 7 കഴിഞ്ഞാന്ന് തോന്നുന്നു. ആണോ? അന്നത്തെ കാലത്ത് 7 കഴിഞ്ഞ ഇംഗ്ലീഷ് പഠിപ്പിക്കും അല്ലേ? കൊള്ളാം. അമ്മൂമ്മക്ക് സൺഡേ മൺഡേ അറിയാവോ? അറിയാവുന്ന അത്ര ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആദ്യം പറഞ്ഞത് ശരിയായിരുന്നു. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, പിന്നെ അത് കഴിഞ്ഞെന്നാ? തേഴ്സ്ഡേ. അത് കുഴപ്പമില്ല, ഉള്ളത് മതി. ശനിയാഴ്ചക്ക് എന്നാ പറയുന്നത്? സാറ്റർഡേ. വെള്ളിയാഴ്ച എന്നാ പറയുന്നേ? ഫ്രൈഡേ. കുഴപ്പമില്ല, അത് മതി. ഫ്രൈഡേ. സൺഡേ എന്നാ? ഞായറാഴ്ച. കേട്ടോ, മറന്നു പോവല്ലോ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഏറ്റവും അവസാനത്തെ മാസം ഏതാ? ഡിസംബർ. ക്രിസ്മസ് ഏത് മാസത്താ? ക്രിസ്മസ് തനിമാസം. അത് ഇംഗ്ലീഷിൽ ഏത് മാസാ? ക്രിസ്മസ് ഡിസംബർ. ഡിസംബറില്. ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ? ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? ആഘോഷം നമ്മള് കേക്കൊക്കെ വാങ്ങിക്കും. മുറിച്ച് തിന്നിട്ടുണ്ടോ കേക്കൊക്കെ? ഓക്കെ. കേട്ടില്ല എന്നാ അമ്മൂമ്മ? ഓച്ചിയമ്മ എല്ലാരും പോയി അമ്പലത്തില്. ഞാനിപ്പോ അപ്പുറത്തോട്ട് പോവാ. അമ്മൂമ്മ കുറച്ചു നേരം തന്നെ കിടക്കാവോ? അയ്യോ, കിടക്കുകയില്ല. അയ്യോ, ഞാൻ കിടന്നിട്ടേ ഇല്ല. പകലോ? ഇപ്പൊ സമയം 6:30 ആയുള്ളൂ. അവര് അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരും. എന്നാ ഞാൻ പോവാ.
ഉവ്വ. എന്നാ ഞാൻ പൊക്കോട്ടെ. എന്നാ കനകമ്മ ഇങ്ങോട്ട് വിടണം. ഇല്ല വേണ്ടടി പോ. ഇപ്പൊ അവര് തൊഴുതേച്ച് വരും. ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോവുകയല്ല കേട്ടോ. കിടന്നോ. അവരിവിടെ ഉണ്ട് അമ്മൂമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എല്ലാരും അവിടെ നാമം ചൊല്ലുവാ. ആണോ? ആ, കിഴം. നാമം ചൊല്ലു പുറത്തിരിപ്പുണ്ട്. നമ്മള് രണ്ടുപേരും അകത്തിരിക്കുന്നേ ഉള്ളൂ. അമ്മൂമ്മ, കൃഷ്ണന്റെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞു തരാവോ? അഷ്ടമിരോഹിണിയായ ദിവസം ഏതാണ് പാതിരായിക്ക് ശ്രീകൃഷ്ണൻ ഭാര്യ ജനിച്ചു. ശനിരോഹിണിയായ നാളിൽ അഷ്ടമിക്കൊത്തൊരു പാതിരായിക്ക് ഉണ്ടായി ശ്രീകൃഷ്ണൻ ഭാര്യയിടത്ത്. പാപികൾക്കൊക്കെ ഇരുട്ടാണ്, നല്ലവർക്കൊക്കെ മനസ്സ് തെളിഞ്ഞു. ഈറ്റപ്പുരയിലെ കോർത്തെളിച്ചു. കൃഷ്ണനെയും കൊണ്ട് പോകുന്നേരം പോകും വഴിച്ചു വിളിച്ചുകൊണ്ട്